ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് 3 ഫേസ് ഡി ബിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് വരുന്ന ഡിവൈസുകൾ, എങ്ങനെയൊക്കെയാണ് കണക്ഷൻസ്, അങ്ങനെ ഡീറ്റെയിൽസ് വീഡിയോയാണ് നമ്മളൊന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമേ തന്നെ 3 ഫേസ് ഡി ബി എന്ന് പറയുമ്പോൾ 3 ഫേസും ഒരു ന്യൂട്രലുമാണ് വരുന്നത്. RYB എന്ന് പറയുന്ന 3 ഫേസ്, പിന്നെ ഒരു ന്യൂട്രലാണ്. ഇങ്ങനെയാണ് സാധാരണ KCBയിൽ നിന്ന് വരുന്ന സപ്ലൈ നമുക്ക് വരുന്നത്. അത് നേരെ വരുന്നത് മീറ്റർ ബോക്സിൽ നിന്ന് നേരെ ഫ്യൂസ് യൂണിറ്റുകൾ വഴി നേരെ നമ്മൾ ഈ പറയുന്ന മീറ്റർ ഡി ബിയിലേക്ക് വരുന്ന ഐസൊലേറ്ററിലേക്കാണ് വരുന്നത്. ഐസൊലേറ്റർ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് ഐസൊലേറ്റർ വരുന്നത്. അതിനുശേഷം തൊട്ടുപുറത്ത് വരുന്നത് RCCB ആണ് വരുന്നത്. പിന്നെ അതിനുശേഷം വരുന്നത് നേരെ സെലക്ടറിലേക്കാണ് വരുന്നത്. 3 സെലക്ടറിലേക്ക് വരുന്നു. ഈ 3 സെലക്ടറിൽ നിന്ന് ഓരോന്ന് സെലക്ട് ചെയ്ത് ഓരോ സെക്ഷൻ, റെഡ് എന്ന് പറയുന്ന ഫേസ് സെലക്ട് ചെയ്യാം, Y എന്ന് പറയുന്ന സെലക്ട് ചെയ്യുക, യെല്ലോ എന്ന് പറയുന്ന സെലക്ട്, എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്ന ബ്ലൂ എന്ന് പറയുന്ന ഇത്. ആ റെഡ് ഫേസ് നേരെ ആ സെക്ഷനിലേക്ക് പോകും. യെല്ലോ ഫേസ് ഇപ്പുറത്ത് പറയുന്ന MCB സെക്ഷനിലേക്ക് പോകും. ബി എന്ന് പറയുന്ന ഫേസ് അപ്പുറത്ത് വരുന്ന മൂന്ന് MCB സെക്ഷനിലേക്കാണ് വരുന്നത്. ഇനി ആദ്യമേ തന്നെ നോക്കുക, റെഡ് RYB കണ്ടോ, നിങ്ങൾ മാർക്ക് ചെയ്തതാണ് സാർ. പിന്നെ ഒരു ന്യൂട്രൽ അങ്ങേയറ്റത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. RYB എന്ന് പറയുന്ന 3 ഫേസും ഒരു ന്യൂട്രൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നേരെ വരുന്നത് മീറ്റർ ബോക്സിൽ നിന്നാണ്. അപ്പോൾ നമ്മളിത് ഓൺ ചെയ്യുന്ന സമയത്ത് ഈ ഐസൊലേറ്റർ നമ്മൾ ഒന്നിച്ചാണ് ഓൺ ചെയ്യുന്നത്. കണ്ടോ, അതിൻ്റെ ലിവർ ഒറ്റ ലിവറായിട്ടാണ് വരുന്നത്. ഒറ്റ ലിവറിൽ വന്ന് ഓൺ ചെയ്യുന്ന സമയത്ത് 3 ഫേസും ന്യൂട്രും മുകളിലത്തെ പോളുകളിലേക്ക് വരുന്നു, താഴെ നിന്ന് മുകളിലത്തെ പോളുകളിലേക്ക് വരുന്നു. ഇത് നേരെ കൊടുത്തിരിക്കുന്നത് നേരെ RCCBയുടെ താഴെയാണ് കൊടുത്തിരിക്കുന്നത്. അത് താഴെ മാർക്ക് ചെയ്തേക്കുന്നുണ്ടോ. ന്യൂട്രൽ ആദ്യം വന്നു, ന്യൂട്രൽ N എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടോ, ആ ഇതിൽ തന്നെ N മാർക്ക് ചെയ്തിട്ടുണ്ട്. RYB എന്ന് പറയുന്ന വീണ്ടും അതേപോലെ തന്നെ ആ ഓർഡറിൽ മാർക്ക് ചെയ്തു. ഇനി അതിനുശേഷം നമ്മൾ ഐസൊലേറ്റർ നേരെ വന്നതിന് ശേഷം ILCBയിലേക്ക് വന്നു, അല്ലെങ്കിൽ RCCBയിലേക്ക് വന്നത്. RCCBയിൽ നിന്ന് ഓൺ ചെയ്യുന്ന സമയത്ത് നേരെ മുകളിലേക്ക് വന്ന് അതിൽ നിന്ന് നേരെ ഈ പറയുന്ന 3 ഫേസ് നേരെ വരുന്നത് ഈ ഐസൊലേറ്ററിൽ നിന്ന് ഈ RCCBയിൽ നിന്ന് വരുന്ന 3 സെലക്ടറിലേക്കും ഈക്വലായിട്ട് എല്ലാത്തിലേക്കും 3 ഫേസ് പോകുന്നുണ്ട്. ന്യൂട്രൽ ബാറിലേക്കാണ് പോകുന്നത്. ന്യൂട്രൽ ബാറിൽ നിന്ന് നമുക്ക് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് ന്യൂട്രൽ ബാർ വരുന്നത്. ഈ ന്യൂട്രൽ ബാർ ചില ഡി ബികളിൽ 1, 2, 3 എണ്ണമൊക്കെ ചിലപ്പോൾ കാണും. ഇവിടെ ഏകദേശം 3 ബാർ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വേണമെങ്കിലും നമുക്ക് ഡി ബി സെലക്ട് ചെയ്യുമ്പോൾ അത് നോക്കി സെലക്ട് ചെയ്താൽ മതി. 3 ബാർ കൊടുത്തിട്ടുണ്ട്. സെപ്പറേറ്റ് ന്യൂട്രലിൻ്റെ ഇൻവെർട്ടർ സെക്ഷനോ അല്ലെങ്കിൽ പറഞ്ഞ സോളാർ സിസ്റ്റമൊക്കെ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 3 ന്യൂട്രൽ ബാറുകൾ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ന്യൂട്രൽ വരുന്നു, RCCBയിൽ നിന്ന് ഔട്ട് വരുന്നു. അതിൽ നിന്ന് RCCBയിൽ നിന്ന് വരുന്ന 3 ഫേസ് നേരെ വരുന്നത് ഈ 3 സെലക്ടറിലേക്കാണ് വരുന്നത്. 3 സെലക്ടറിലേക്കും വരുന്നുണ്ട്. 3 സെലക്ടറിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഫേസ് സെലക്ട് ചെയ്യാൻ, ഇഷ്ടമുള്ള ഫേസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്നത്. അത് കോമൺലി വരുന്നത് ഏറ്റവും മുകളിൽ വരുന്നത് റെഡ് ഫേസ് നമ്മൾ സെലക്ട് ചെയ്യാം. റോട്ടറികളാണ് വരുന്നത്. രണ്ടാമത്തെ ഫേസിൽ രണ്ടാമത്തെ സെലക്ട് ചെയ്ത് മൂന്നാമത്തെ ഫേസിൽ 3 എന്ന് മാർക്ക് ചെയ്ത് കണ്ടാം. 1, 2 എന്ന് 3 മാർക്ക് ചെയ്തേക്കണം. അത് അതിൻ്റെ ജസ്റ്റ് ഇൻഡിക്കേറ്റർ സ്വിച്ചാണ്. നമുക്ക് കറണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് വ്യക്തമായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഫേസ് സെലക്ടർ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് റെഡ് ഒന്നാമത്തെ ഫേസ് ആണ് വരുന്നത്. ഈ ഔട്ട് വരുന്നത് നേരെ ഈ പറയുന്ന ഈ MCB സെക്ഷനിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. 8 വേ DB ആണ്. 8 വേ DB എന്ന് വെച്ചാൽ ഒരു ഫേസിൽ 8 MCB കൊടുക്കാവുന്ന 8 വേ DB ആണ് വരുന്നത്. അത് നേരെ പറയുന്ന ഒറ്റ ലിങ്ക് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ സെക്ഷനിലേക്ക് കൊടുത്തു. അപ്പോൾ 6 എന്ന് പറയുന്ന ഫേസ് ആ പറയുന്ന സെക്ഷനിലേക്ക് പോയി. അതുപോലെ തന്നെ Y എന്ന് പറയുന്ന സെലക്ഷനിലേക്ക് പോയി. ബ്ലൂ എന്ന് പറയുന്ന അടുത്ത MCB സെക്ഷനിലേക്ക് പോയി. ഇത്രയാണ് നമുക്ക് കോമൺലി ആയിട്ട് വരുന്നത്. പിന്നെ എല്ലാ എർത്തുകളും കൂടിയിട്ട്, അതായത് സർക്യൂട്ടിൻ്റെ എല്ലാ എർത്തുകളും കൂടിയിട്ട് നമ്മൾ കോമൺ ആയിട്ട് ഒരു എർത്ത് ബാറിലേക്ക് കൂടി കൊടുത്തിട്ടുണ്ടാവും. അത് നേരെ നമ്മുടെ മീറ്റർ ബോക്സിലേക്ക് കൊണ്ടിട്ട് താഴെ നമ്മുടെ വീടിന് പുറത്തായിട്ട് എർത്ത് കൂടി ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഫേസ് സെലക്ടർ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു ഫേസ് കട്ടാവുന്ന സമയത്ത് ഈ പറയുന്നത് കണ്ടാവും. ഈ 3 എണ്ണത്തിൽ ഈ 3 ഫേസ് നമ്മൾ വീടുകളിൽ കണക്ഷൻ എടുക്കുന്ന സമയത്ത് 3 ഫേസ് എടുക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഫേസ് ഇല്ലാത്ത സമയത്ത് ആ സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന കംപ്ലീറ്റ് സർക്യൂട്ടുകളും കറണ്ട് ഇല്ലാത്ത അവസ്ഥയിലേക്ക് വരാറുണ്ട്. TPN DB കൊടുത്താൽ അങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ ഫേസ് സെലക്ടറുള്ള DB ആണ് നമ്മൾ കൊടുക്കുന്നത്. സെലക്ട് ചെയ്തെടുക്കാവുന്ന DB ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു ഫേസ് പോയാലും ജസ്റ്റ് അത് മാറ്റിയിട്ടുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും മൊത്തം കറണ്ട് ഉണ്ടാകുന്ന എഫക്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ലോഡിൽ ചെറിയ വ്യത്യാസം വരുമെങ്കിലും നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ 3 ഫേസ് എടുത്തതിലുള്ള ഗുണം കാര്യങ്ങൾ ഓക്കെ ആവും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ ലഭിക്കുള്ളൂ. തീർച്ചയായിട്ടും ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.